ഹലോ എനിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൽസിഡ് മാൻഹയുടെ ചാപ്റ്റർ 5 ആണ്. നേരെ കഥയിലോട്ട് കിടക്കാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ജീഹും അതുപോലെ കേഡനും ആ പൂച്ചയെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. ആ പൂച്ചയ്ക്ക് ഇപ്പോൾ വളരെ സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, നിനക്കതിനേക്കാൾ നല്ല സ്പീഡുണ്ട്, നിൻ്റെ റിലേറ്റഡ് അബിലിറ്റീസ് എല്ലാം ഇപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ട്. റിലേറ്റഡ് അബിലിറ്റീസോ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ നേരത്തെയും ഈ കാര്യം പറഞ്ഞു. റിലേറ്റഡ് അബിലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കിപ്പോൾ നിൻ്റെ പവർ ഫാസ്റ്റാണ്, പക്ഷേ നിനക്ക് ഫാസ്റ്റിൽ ഓടാൻ വേണ്ടിയിട്ട് നല്ല റിഫ്ലക്സ് വേണം, അതുപോലെ കൊഗ്നിറ്റീവ് അബിലിറ്റീസ് വേണം, പിന്നെ നല്ലൊരു വിഷനും വേണം. ഇതുപോലത്തെ കഴിവുകളൊക്കെ നിനക്ക് സ്പീഡിനെ സഹായിക്കുന്നത്. ഈ കഴിവുകളിലാണ് റിലേറ്റഡ് അബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു അവേക്കനഡ് ആയിട്ടുള്ള ആൾക്ക് മൾട്ടിപ്പിൾ അബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇതുപോലെ ജീഹു, നിൻ്റെ പവർ നിനക്ക് എത്ര സമയം വരെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ എൻ്റെ പവർ ആ ഫൈറ്റിൽ ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇനി 2 സെക്കൻഡ് കൂടി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ സമയം കുറച്ച് ഉപയോഗിച്ചാൽ എനിക്ക് 2 തവണയൊക്കെ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇനി 2 സെക്കൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ജീഹു പറയുന്നുണ്ട്, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആ പവർ ഒരു അവേക്കനഡ് വണ്ണിൻ്റെ പവറാണ്. ആ പവർ പിന്തുടർന്ന് പോയാൽ നമുക്ക് ആ ക്യാറ്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ആ ക്യാറ്റിനെ കാണിക്കുന്നുണ്ട്. ആ ക്യാറ്റിൻ്റെ ഒപ്പം വേറൊരാളും കൂടി കാണിക്കുന്നുണ്ട്. ഇയാളെ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. 4ാമത്തെ ചാപ്റ്ററിൽ ഞാൻ ചെറിയൊരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ശരിക്കും അന്വേഷിച്ചിറങ്ങിയത് ഈ ക്യാറ്റിനെയാണ്, അല്ലാതെ കേഡനായിരുന്നില്ല. കേഡൻ അന്വേഷിച്ചിറക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവസാനം നീ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. നീ എന്തിനാണ് എൻ്റെ കൂട് പൊട്ടിച്ച് പോയത്? ഞാൻ നിൻ്റെ മേൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയായിരുന്നു, അതുകൊണ്ടാണോ നീ പോയത്? നീ ഇപ്പോൾ വളരെ അഗ്രസീവായിട്ടുണ്ട്. അഗ്രസീവാവും കാരണം നീ ഇപ്പോൾ ഒരു സാധാരണ ക്യാറ്റല്ലല്ലോ, ഒരു അവേക്കനഡ് വണ്ണല്ലേ. ഇതേ സമയത്ത് നമ്മുടെ ജീഹു അതുപോലെ കേഡനും ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, ജീഹു ആദ്യം ഒളിക്ക്, ഞാൻ ആ പൂച്ചയെ കണ്ടു, പക്ഷെ ആ പൂച്ചയുടെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ട്. അയാൾ സാധാരണ മനുഷ്യനല്ല, അയാളൊരു അവേക്കനഡ് വണ്ണാണ്. അവേക്കനഡ് വണ്ണോ? അതെ, ഈ പൂച്ചയും ആ അവേക്കനഡ് വണ്ണും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്. അതുമാത്രമല്ല, ഈ അവേക്കനഡ് വണ്ണിൻ്റെ എനർജിയാണ് ഈ പൂച്ചയെ ഇങ്ങോട്ട് എത്തിച്ചത്. പിന്നെ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഈ അവേക്കനഡ് വണ്ണ് എന്നെ അന്വേഷിച്ചെടുക്കുന്ന ആളല്ല. എന്താ കേടൻ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അന്വേഷിച്ചിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടോ? അതെ, പക്ഷേ എന്തിനാണ്? അത് ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. നീ ആദ്യം ഈ പൂച്ചയെ രക്ഷിക്കാൻ നോക്ക്. അതേ സമയത്ത് തന്നെ ആ പൂച്ച അയാളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ വേക്കനഡ് വണ്ണ് അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ പൂച്ചയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീഹു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്താൽ ആ പൂച്ച എത്രയും പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ നമ്മുടെ കേടൻ പറയുന്നുണ്ട്, ഷിറ്റ്, ഇവൻ ഞാൻ വിചാരിച്ചതിലും വളരെ ശക്തനാണ്. അവൻ്റെ കൈ ഫ്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആ പൂച്ചയെ അറ്റാക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവൻ്റെ പവർ സൈക്കോ കൈനിസിസ് ആണെന്നാണ്, അതായത് സൈക്കിക് പവർ. അപ്പോൾ അവേക്കനഡ് വണ്ണ് പറയുന്നുണ്ട്, നിൻ്റെ സ്പീഡും അതുപോലെ മൂവ്മെൻറ്റ്സൊക്കെ സാധാരണ പൂച്ചയിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷേ ഇതാണോ നിനക്ക് ഒരു അവേക്കനഡ് വണ്ണായിട്ടും ചെയ്യാൻ പറ്റുന്നത്? നീ വളരെ വീക്കാണ്. അപ്പോൾ ആ പൂച്ച എണീക്കുന്നുണ്ട്. നീ ഇപ്പോഴും ബോധം കെട്ടില്ല അല്ലേ? അതേ സമയത്ത് തന്നെ നമ്മുടെ ജീഹു പറയുന്നുണ്ട്, എനിക്കിവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ട, പക്ഷേ എനിക്ക് ആ പൂച്ചയെ രക്ഷിക്കണം. എന്നോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ആ പൂച്ചയുടെ പവറൊക്കെ കുറഞ്ഞു പോയത്. അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, നീ ഒരു വിഡ്ഢിയാവല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞു അതൊരു അവേക്കനഡ് വണ്ണാണെന്ന്. നിനക്കൊന്നും മനസ്സിലായില്ലേ? നീ ഒരു പൂച്ചേനായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നത് പോലല്ല ഒരു അവേക്കനഡ് വണ്ണായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. എനിക്കറിയാം അത് ഡിഫറൻ്റ് ആകുമെന്ന്, പക്ഷേ ഞാൻ എൻ്റെ പവർ മുഴുവൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും ആ പൂച്ചയെ ഞാൻ രക്ഷിക്കും. അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, എടാ നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നീ ആ പൂച്ചയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാൾ നിന്നെ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചോ? അയാളൊരു സാധാരണ മനുഷ്യനല്ല, അയാൾക്ക് നിന്നെ സെൻസ് ചെയ്യാൻ പറ്റും. നീ ഇപ്പോഴാണ് നിൻ്റെ പവർ തിരിച്ചറിഞ്ഞത്. നീ ഒരു പൂച്ചേനായിട്ട് ജയിച്ചപ്പോൾ നിൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഉയർന്നു കാണും. പക്ഷേ ജീഹു, ഈ അവേക്കനഡ് വണ്ണായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ കേഡൻ ചിന്തിക്കുന്നുണ്ട്, അവനെല്ലാം മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഒരു അവേക്കനഡ് വണ്ണായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് തൻ്റെ ജീവിതം വരെ അപകടത്തിലാക്കുന്നൊരു സിറ്റുവേഷനാണ്. അതുമാത്രമല്ല, അവൻ ഇപ്പോഴാണ് അവൻ്റെ പവർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ക്യാറ്റ് അയാളുടെ അടുത്ത് നിന്ന് ഓടി പോകുന്നുണ്ട്. പക്ഷേ ആ അവേക്കനഡ് വണ്ണ് അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീഹു പറയുന്നുണ്ട്, അത് വളരെ ക്രൂവലായി. കേഡൻ, ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ആ പൂച്ചയെ എൻ്റെ പവർ ഉപയോഗിച്ച് രക്ഷിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പവർ ഉപയോഗിച്ച് രക്ഷിക്കും, അല്ലാതെ അയാളുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവില്ല. അതൊരു അവേക്കനഡ് വണ്ണാണ്. നിൻ്റെ സ്പീഡൊക്കെ അയാൾക്ക് ഈസിയായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. കേഡൻ, നിങ്ങൾ പറയുന്നൊന്നും ഞാനിപ്പോൾ കേൾക്കില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് വറീസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇന്ന് ഞാനത് കേൾക്കില്ല. അപ്പോൾ കേഡൻ പറയുന്നുണ്ട്, എടാ എനിക്ക് നിന്നെ പറ്റിയൊരു വറീസും ഇല്ല, നിനക്ക് എന്ത് പറ്റിയാലും എനിക്കെന്താ? അപ്പോൾ ജീഹു പറയുന്നുണ്ട്,
നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ പവർ വളരെ മോശമായിരിക്കാം, പക്ഷേ എനിക്ക് എത്ര പരിക്ക് പറ്റിയാലും ഞാൻ ആ പൂച്ചയെ രക്ഷിച്ചിരിക്കും. സോ ഇന്ന് പറഞ്ഞിട്ട് ജീഹു അവൻ്റെ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് ആ പൂച്ചയുടെ അടുത്തോട്ട് പോയിട്ട് അതിനെടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മറ്റാൾ നമ്മുടെ ജീഹുവിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഹേ ഇതാരാ, ഇവൻ എൻ്റെ പൂച്ചയെ കട്ടെടുക്കാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞ് അയാൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീഹു അവൻ്റെ സ്പീഡ് ഉപയോഗിച്ച് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ മറ്റാൾ പറയുന്നുണ്ട്, അവനെവിടുക്ക പോയത്, അവൻ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഡാമിറ്റ്, അവനൊരു ട്രാക്കറാണ്. ഇനി മറ്റ് ട്രാക്കേഴ്സ് വരുന്നതിന് മുമ്പ് എനിക്കിവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. സോ ഇതേ സമയത്ത് നമ്മുടെ ജീഹുവും കേടനും ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ ജീഹു പറയുന്നുണ്ട്, കേടൻ നമ്മൾ ജയിച്ചു. അപ്പോൾ കേടൻ പറയുന്നുണ്ട്, നമ്മൾ ജയിച്ചെന്നോ, ഇപ്പം അയാൾക്ക് നിൻ്റെ പവേഴ്സിനെ പറ്റി അറിയാം, അത് നിൻ്റെ ലൈഫിന് തന്നെയാണ് ഡേഞ്ചർ, നീ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ജീഹു പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ക്യാറ്റിനെ രക്ഷിക്കാൻ പറ്റി. സോ അപ്പോൾ ജീഹു ചിരിക്കുന്നുണ്ട്. അപ്പോൾ കേടൻ പറയുന്നുണ്ട്, ചിരിക്കലട പൊട്ടാ, ഈ മണ്ടൻ അയാളുടെ മുമ്പിൽ പോയി നിന്നു, അയാൾ എന്തായാലും ഇവനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തായാലും ഇവൻ്റെ സ്പീഡ് ഞാൻ വിചാരിച്ചതിനായിട്ടും കൂടുതലാണ്. സോ അപ്പോൾ ജീഹു പറയുന്നുണ്ട്, കേടൻ ഞാനിപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡോ എന്തിന്? ഞാൻ എൻ്റെ പവർ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നില്ല, കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നെൻ്റെ പവർ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചു. എൻ്റെ പവർ കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ ഇനിയും രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്നത്. സോ അതേ സമയത്ത് മറ്റേ അവേക്കനഡ് വണ്ണിനെ കാണിക്കുന്നുണ്ട്. ഡാമിറ്റ്, എനിക്കെൻ്റെ സാമ്പിൾ നഷ്ടപ്പെട്ടു. ഇവിടെ സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പൂച്ച തന്നെയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സാമ്പിൾ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരുപാട് ട്രാക്കേഴ്സ് പിന്തുടരുന്നുണ്ട്. അവരിലൊരാളായിരിക്കാം എൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയത്. നമുക്കെന്തായാലും ഈ സ്ഥലത്ത് നിന്ന് മാറണം. പക്ഷേ ഇവിടെയുള്ള ഡാറ്റാസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതെല്ലാം എടുത്തുകൊണ്ട് വേണം വേറെ സ്ഥലത്തോട്ട് പോകാൻ. ഇവിടുത്തെ ഡാറ്റ വെച്ചിട്ട് നമുക്കിനിയും ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്താനുണ്ട്. അതേ സമയത്ത് തന്നെ എനിക്കെൻ്റെ സാമ്പിളിനെയും കണ്ടെത്തണം. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ചാപ്റ്റർ 5 അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോ